JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഏറെ വിവാദങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ പടമാണ്. പ്രവീൺ നാരായൺ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം കോർട്ട് റൂം ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ജാനകി വിദ്യാധരൻ എന്ന 23-കാരിക്കുണ്ടാകുന്ന ഒരു ദുരനുഭവവും നീതി തേടിയുള്ള ജാനകിയുടെ ജീവിതവുമാണ് JSK എന്ന ഈ സിനിമ പറയുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള അൺകൺവെൻഷണൽ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ പടം. ഡീസന്റ് വൺ ടൈം വാച്ച് എന്ന് പറയാം. സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. പടം അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടുമാണ് ഒരുക്കിയിട്ടുള്ളതും. ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് കൊള്ളാമായിരുന്നു. തുടക്കത്തിൽ ഒരു ടെംപ്ലേറ്റ് മേക്കിംഗ് ഫീൽ ഒക്കെ ചെയ്തിരുന്നെങ്കിലും പിന്നെ അത് മാറുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കോടതി വിധിയും എല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാം. ഈ കുറ്റവാളിയെ കണ്ടെത്തുക എന്നതിനപ്പുറം നിയമപ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, ഇതിലെ സങ്കീർണതയൊക്കെ പടം പറയുന്നുണ്ട്. കോടതി സത്യം ജയിക്കുന്നിടമല്ല, തെളിവുകൾ ജയിക്കുന്ന ഇടമാണെന്ന ഡയലോഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണക്കാർക്ക് അറിയാത്ത പല നിയമ നടപടികളെ കുറിച്ച് അറിവ് സിനിമ സമ്മാനിക്കുന്നുണ്ട്. ഇപ്പം ഡിഗ്നിറ്റി ഓഫ് വുമൻ, അതുമല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് സ്വകാര്യ പരാതി അല്ലാത്ത ക്രിമിനൽ കേസുകളിലെല്ലാം സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ ആവുന്നതിനെ കുറിച്ച് അങ്ങനെ പലതും സിനിമ പറയുന്നുണ്ട്. പിന്നെ ചിന്താമണി കൊലക്കേസ്, ക്രൈം ഫയൽ പോലെയുള്ള സുരേഷ് ഗോപിയുടെ പഴയകാല സിനിമകളുടെ ചില ഷെയ്ഡ്സ് അവരുടെ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേര് എന്ന സിനിമയും ഓർമ്മിപ്പിച്ചു. ഒരു സീനില് പടം ജോണറൊക്കെ ഷിഫ്റ്റ് ആയിട്ട് ഹൊറർ ആയിട്ട് വന്ന് ഞെട്ടിപ്പിക്കുകയും ചെയ്തു കേട്ടോ. പെർഫോമൻസിൽ ഡേവിഡ് ആബേൽ ഡോണോവാൻ എന്ന അഭിഭാഷകനായിട്ടാണ് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. ഈ ഡോണോവാൻ എന്നുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നി, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ക്ഷമിക്കണം കേട്ടോ. ആരാധകരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു ഫൈറ്റ് ഒക്കെ പടത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കടിച്ചു പിടിച്ചുള്ള ഡയലോഗ് ഡെലിവറി, ഇടതടവില്ലാതെ ഒഴുക്കോടെ സംഭാഷണം പറയുന്ന രീതിയൊക്കെ ഈ സിനിമ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ജാനകി വിദ്യാധരൻ എന്ന സെൻട്രൽ ക്യാരക്ടറിനെ അനുപമ കിടുവായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമോഷണൽ പോർഷൻസ്, ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന, ആകെ മൊത്തം ഭ്രാന്ത് പിടിക്കുന്ന ആ ഒരു അവസ്ഥ, അലറി വിളിക്കുന്ന രംഗങ്ങൾ എല്ലാം അനുപമയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷനായിട്ട് പറയേണ്ടത് മത്തായൂസ് ബേബി എന്ന പോലീസ് റോളിൽ വന്ന യദു കൃഷ്ണന്റേതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് നല്ലൊരു റോള് കിട്ടുന്നത്. മലയാള സിനിമ നന്നായിട്ട് യൂസ് ചെയ്യാത്തൊരു നടനാണ് അദ്ദേഹം എന്ന് ഇപ്പോഴും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭി തിലകൻ, ആദ്യത്തെ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഉള്ളൂ, എങ്കിലും പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ അച്ഛൻ തിലകൻ ചേട്ടനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഭയങ്കര നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ബൈജുവിനും കൈയ്യടി കിട്ടുന്ന രംഗങ്ങളുണ്ട് പടത്തിൽ. ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരും തങ്ങൾക്ക് കിട്ടിയ റോളുകൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നവീനായിട്ട് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിന്റെ പെർഫോമൻസ് അത്ര പോരാ എന്നാണ് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി ശോകമായിട്ട് ഫീൽ ചെയ്തു. ആരോ നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും യുവതാരത്തിന് ആ റോൾ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഫിറോസ് ആയിട്ട് വന്ന അസ്കർ അലി തുടക്കത്തിൽ അത്ര നന്നായില്ലെങ്കിലും പിന്നെ ഓക്കെ ആയിട്ട് മാറുന്നുണ്ട്. ജോയ് മാത്യു, കോട്ടയം രമേശ്, നിസ്താർ സയ്യിദ്, രജിത് മേനോൻ, അങ്ങനെ വലിയൊരു താരനിര തന്നെ പടത്തിലുണ്ട്. ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഒരു ഓക്കെ ഫീലാണ് തന്നത്. രണദിവയാണ് ഇതിന്റെ ക്യാമറ, സഞ്ജിത് മുഹമ്മദ് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. ടൈറ്റിൽ ആനിമേഷൻ നൈസ് ആയിരുന്നു. അതുപോലെ ജിബ്രാന്റെ ടൈറ്റിൽ സോങ് കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് ത്രില്ലിംഗ് പോർഷൻസിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. സെയിം ടൈം ഇമോഷണൽ പോർഷൻസിൽ ഒരു സീരിയൽ ടൈപ്പ് സ്കോർ ആയിട്ട് ഫീൽ ചെയ്തു. ബാക്കി പാട്ടുകൾ ഗിരീഷ് നാരായണനാണ് ചെയ്തിരിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൊള്ളാം. സുരേഷ് ഗോപിയുടെ മേക്കപ്പ്, പ്രത്യേകിച്ച് താടി കളർ ചെയ്തേക്കുന്നത് എടുത്തറിയാമായിരുന്നു. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു ഭയങ്കര ഇമോഷണൽ ഇമ്പാക്ട് തരാൻ സിനിമയ്ക്ക് സാധിച്ചില്ല എന്നതാണ് ഇതിന്റെ മെയിൻ നെഗറ്റീവ്. ഇപ്പോൾ നേര് സിനിമയിലെ അനശ്വരയുടെ ക്യാരക്ടറിന്റെ കൂടെ നമ്മൾ നിൽക്കും. അത്രയ്ക്കും നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ക്യാരക്ടറിനോട് തോന്നും. അതുപോലെ വില്ലന്മാരുടെ ദേഷ്യം തോന്നുകയൊക്കെ ചെയ്യും. അത്രയ്ക്ക് ജാനകിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ തോന്നുന്ന വിധം എഴുതിയില്ല, പ്രസന്റ് ചെയ്തില്ല. ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ഇപ്പം സിനിമയിൽ നോക്കാറേ ഇല്ല. എനിക്ക് ഒരു പടം കാണുമ്പോൾ എന്നെ അത് ഹുക്ഡാക്കി നിർത്തുന്നുണ്ടോ, എനിക്ക് കൺവിൻസിംഗ് ആയോ എന്നത് മാത്രമേ നോക്കാറുള്ളൂ. എങ്കിലും ഇതിലെ ചില കാര്യങ്ങൾ അതൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അതിപ്പോ എടുത്തു പറഞ്ഞാൽ സ്പോയിലർ ആയേക്കാം. സ്റ്റിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഒരു ഫോഴ്സ്ഫുൾ പൊളിറ്റിക്സ് ഇടകലർത്തിയതുപോലെ, ജാതീയത ഇടകലർത്തിയതുപോലെ എവിടെയോ ഒരു സത്യഭാമത്തരം കൊണ്ടുവരാൻ ശ്രമിച്ചോ എന്നൊക്കെയുള്ള ഡൗട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. സാധാരണ ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഇതിലൊരു ഫോഴ്സ്ഫുൾ പൊളിറ്റിക്സ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിക്കരുത്. ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് നാച്ചുറൽ ആയിട്ട് ഇതിൽ വരണം. എനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇവർ ചെയ്യാൻ ശ്രമിച്ചതുപോലെ ഒരു ഫീല് വന്നതുകൊണ്ട് പടത്തിന്റെ ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട് കുറഞ്ഞു പോയി എന്നതാണ്. എന്തായാലും ജാനകിക്കുണ്ടായ ദുരനുഭവത്തിന് അത് ആര് ചെയ്തതാണെങ്കിലും അവർക്കെതിരെയും അതുപോലെ ജാനകിക്കൊപ്പം തന്നെയായിരിക്കും ഞാൻ നിൽക്കുക. പക്ഷെ അത് കുറച്ചുകൂടി വൈകാരികമായ രീതിയിൽ, ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് ഒന്നും ഫീൽ വരാത്ത രീതിയിൽ ഇവർക്ക് അവതരിപ്പിക്കാമായിരുന്നു. എനിവേ, പിന്നെ മറ്റു നെഗറ്റീവ്സ് പറഞ്ഞാൽ കുറെ ഡയലോഗ്സ് ഒക്കെ നല്ല ക്ലീഷ ആയിരുന്നു. കുറെ അനാവശ്യ ബിൽഡപ്പും കാര്യങ്ങളും പടത്തിന് ചിലയിടങ്ങളിൽ ഒരു ഓൾഡ് സ്റ്റൈൽ മേക്കിംഗ് ഫീൽ വരുന്നുണ്ട്. പിന്നെ ഒരു വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും പടത്തിൽ എങ്ങുമില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ ആണെങ്കിലും സത്യത്തിൽ പുള്ളി നല്ലവനാണോ വില്ലനാണോ എന്നൊരു സംശയം എഴുതിയ ആൾക്കുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ്. ഒരു കൊള്ളാവുന്ന അറ്റംപ്റ്റ് ആണ് JSK എന്നാണ് തോന്നിയത്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. സ്റ്റിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ച് പടമാണ്. ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ബാക്കിയാക്കുന്ന സിനിമയാണ്. കോർട്ട് റൂം ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ഓവർ പൊളിറ്റിക്സ് പ്രശ്നമല്ലാത്തവർക്ക് സിനിമ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. 18+ അല്ല, പക്ഷെ കുട്ടികൾക്കുള്ള ഒരു പടമല്ല ഇത്. അതുപോലെ ഗർഭിണികൾക്കും ട്രിഗേർഡ് അയക്കാവുന്ന സീനുകൾ പടത്തിലുണ്ട്, അത് ഓർക്കുക. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ പടം കണ്ടവർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. പിന്നെ ഒരു കാര്യം, ഇപ്പം ജാനകിക്ക് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ, കോടതി വഴി അനുകൂല വിധി വന്നാലും അവൾക്കൊരു മരവിപ്പായിരിക്കും. സ്റ്റിൽ ഒരു ആശ്വാസം എന്ന് മാത്രം. ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് ജാനകിയേക്കാൾ കൂടുതൽ ജാനകിക്ക് അപ്പുറമുള്ള വേറൊരു ജീവൻ ഇതിലുണ്ട്, അതിന്റെ ഭാവി എന്താകും, അതിനെക്കുറിച്ചായിരുന്നു ചിന്ത. അതിന് നീതി കിട്ടിയോ?